ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ചെങ്ങായിമാരെ, ഇന്ന് നമ്മൾ പുതിയൊരു സിമുലേറ്റർ ഗെയിമും കൊണ്ടാണ് വന്നേക്കണേ. അത് ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ സോംബി ഗ്രേവിയേറ്റ് സിമുലേറ്റർ. അപ്പോൾ ഗൈസ്, ഇത് മെയിനായിട്ട് എന്താ വെച്ചാൽ ഒരു സോംബി ആടാ. ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു ഇതില്ല ഗൈസ്, ഗ്രേവിയേറ്റർ, നമ്മളെ ശവപ്പറമ്പില്ല ഗൈസ്, ശ്മശാനം അല്ലെങ്കിൽ മോർച്ചറി നമ്മളൊരു മോർച്ചറി ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ ഇത് പണിയെടുക്കും. അപ്പം അവിടെ രാത്രി ആകുമ്പില്ല ഗൈസ്, ഓരോരോ സോംബികൾ എണീച്ച് വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അവരെ തടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ്, നമുക്ക് തുടങ്ങിയാലോ? കമോൺ. ഓക്കെ ഗൈസ്, ഇവിടെ ഗെയിം സ്റ്റാർട്ടായിട്ടിടാ. അപ്പോൾ ഇവിടെ പറയണമെന്ന് വെച്ചാൽ You alive in the world where the dead turn into zombie in the their bodies are not properly cared for. ഓക്കെ ഗൈസ്, എടാ ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാലില്ലേ ഗൈസ്, ഇവിടെ നമ്മളിപ്പോൾ ഇല്ലേ ഒരു ഓൾഡ് നമ്മളെ ഫാം ഹൗസ് അത് നമ്മൾ വാങ്ങിച്ചിട്ടില്ലേ, നമ്മളൊരു ഇത് ഗ്രേവ് യാർഡ് തുടങ്ങിയാന്ന് എന്ന് വെച്ചാൽ ഈ മോർച്ചറികളൊക്കെ ഈ മരിച്ച ഇതൊക്കെ മോർച്ചറിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ അവിടെ രാത്രി ആകുമ്പില്ല ഗൈസ്, അധികവും സോംബികളുടെ അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ അതിൽ സർവൈവ് ചെയ്യണം ഗൈസ്. അപ്പം അങ്ങനത്തെ ഒരു ഗെയിമാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് തുടങ്ങാം ഗൈസ് ഫസ്റ്റ് തന്നെ. ഓക്കെ ഗൈസ്, ഇവിടെ തുടങ്ങിയിട്ടുണ്ടാ എടാ. അപ്പം ഫസ്റ്റ് തന്നെ ഇവിടെ നമുക്ക് വെൽക്കം ടു സോംബി ഗ്രേവ്യാർഡ് സിമുലേറ്റർ ഗൈസ്. ഒബ്ജക്റ്റായിട്ട് തന്നേക്കണെന്ന് വെച്ചാൽ ഗോ ടു മോർഗ്യോ ഗൈസ്. മോർഗ്യോ എവിടെയാടാ? ഓ ഗൈസ്, ഇവിടെ മോർഗ്യോ. ഓക്കെ ഓക്കെ, ഇതാടാ മോർഗ്യോ. അപ്പം ഇവിടെ നമുക്ക് പറഞ്ഞേക്കണ എ സിമ്പിൾ സ്റ്റോറേജ് ഗൈസ്. അതെന്താടാ അവിടെ അടയും പൊന്തിയും ചെയ്യണേ? അല്ല, തുറക്കി അടയും ചെയ്യണേ. എ സിമ്പിൾ സ്റ്റോറേജ് കൺവേർട്ടഡ് ഫോർ ദ ഗാരേജ് വേർ ഡെലിവറി ബോഡീസ് ആർ സ്റ്റോർഡ്. ഓക്കെ, അവിടെ നമുക്ക് മരിച്ച ബോഡീസ് എന്നുവെച്ചാൽ അമരണം നടന്ന ബോഡീസുകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നൊരു അത് ഓക്കെ ഓക്കെ. ദ ബിൽഡ് ഇൻ ഫ്രീസർ ക്യാബിൻസ് ഹെൽപ്പ് സ്ലോ ഡേക്കെ അലോ യു ട്രിപ്പ്. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇപ്പോൾ ഫ്രീസറിലാണല്ലോ നമുക്കിപ്പോൾ ഇത് മരിച്ച ബോഡീസൊക്കെ, അല്ലെങ്കിൽ നമ്മൾ വേഗം അഴുകിപ്പോവല്ലോ. ഇപ്പോൾ പുറത്ത് വെച്ചേക്കാണെങ്കിൽ 1-2 ദിവസം കൊണ്ട് അഴുകിപ്പോവല്ലോ. പക്ഷെ ഫ്രീസറിൽ വെച്ചാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ, അത്യാവശ്യം കാലഘട്ടം നിൽക്കും. അതാണ് ഇവിടെ പറയണക്കണേ. അപ്പം ഇവിടെ മോർഗ്യൂ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 50 രൂപ ഗൈസ്. നമുക്കിവിടെ 300 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഡേ 1 ഒക്കെ കൗണ്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കേടാ, ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ, ഇതെന്താടാ? സിൻസ് ഓക്കെ, ക്ലീൻ സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, ഇതൊന്ന് ഞാൻ നോക്കട്ടെ. ഓക്കേടാ, നമ്മളോട് ഇപ്പോൾ പറഞ്ഞേക്കണ വെച്ചാൽ ഇവിടെ ഫുൾ ക്ലീൻ ചെയ്യണ്ട. ക്ലീൻ ഓൾ ട്രാഷ് ഫ്രം ദ മോർഗ്യൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെയൊക്കെ ട്രാഷ് ഉണ്ടടാ. ഓക്കെ ഇതെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എടുക്കണം ഗൈസ്. എടാ, ഇതെന്താണ് ഇങ്ങനെ അടിയും തുടങ്ങുകയും ചെയ്യുന്നത്? ഇത് മറ്റേത്. ഓക്കെ, ഈ സാധനം കുടുങ്ങിക്കൊണ്ടാടാ. ഓക്കെ, ഇതെടുത്തിട്ടുണ്ട്. ഇതെടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഇതെടുത്തിട്ട് ഇവിടെ കൊണ്ടേക്കണം അല്ലേ ഗൈസ്? ഓക്കെ. ഇവിടെ ഇടണം. അയ്യോ സോറി. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇതെന്താടാ? ഗെറ്റ് റെഡി ടു റിപ്പയറോ ഗൈസ്. ഇതെന്താടാ സംഭവം? ഓക്കെ ഗൈസ്, നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട്. എടാ, നമ്മളോട് ഇപ്പോൾ പറഞ്ഞേക്കണെന്ന് വെച്ചാലില്ലേ, ഒരു മിനിറ്റ് ഗൈസ്, ഇവിടെ നിന്ന് എന്താ എടുക്കണ്ടേ? ഓക്കെ ഗൈസ്, ഇവിടെ നമുക്ക് ഒരു ഹാമർ കിട്ടിയിട്ടുണ്ടാ. അപ്പം ഹാമർ എടുക്കാൻ വേണ്ടിയിട്ട് ഹാമർ എവിടെയാടാ? അയ്യോ, ഹാമർ എവിടെയാ? ഇവിടെ ഹാമർ ഉണ്ട് ഗൈസ്. ഇവിടെ ഹാമർ ഉണ്ട് ഗൈസ്. ഓക്കെ, ഹാമർ എടുത്തിട്ടുണ്ടാ. ഇനി നോക്കട്ടെ ഗൈസ്. ഓക്കെ, നമ്മൾ ഹാമർ എടുത്തിട്ടുണ്ടാ. ഇനി റിപ്പയർ ദ ഗാരേജ് ഡോറ് ഗൈസ്. ഓക്കെ, റിപ്പയർ ഗാരേജിൻ്റെ ഡോറ് ഗൈസ്. എനിക്ക് വന്ന് അതാന്ന് തോന്നുന്നു ഗൈസ്, ഗാരേജിൻ്റെ ഡോറ്. എവിടെയാ ഗൈസ്? ഇവിടെയാ? ഇവിടെ. ഓക്കെ, ഇത് ശരിയാക്കാനാടാ. ഓക്കെ, ഇത് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇത് അടഞ്ഞിടാ. തുറക്കാൻ പറ്റുന്ന കഴിയും? തുറക്കാൻ പറ്റണില്ല ഗൈസ്, തുറക്കാൻ പറ്റണില്ല. അൺലോക്ക് 1 മോർഗ്യൂ ഡ്രോവർ. ഇത് ഗൈസ്. ഓക്കെ, ഇതൊന്ന് അൺലോക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. ഇവിടെ 150 രൂപ ഗൈസ്. നമ്മളെ വരുമ്പോൾ ബാക്കി 255 രൂപയുണ്ട് ഗൈസ്. അപ്പം ഒന്ന് എന്തായാലും അൺലോക്ക് ചെയ്യാം ഗൈസ്. ഇവിടെ തെറ്റൊക്കെ കാണിച്ചിട്ടുണ്ട്. ഹിൻസ്റ്റുള്ളത് അൺലോക്ക് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇനി എന്താ? അറേഞ്ച് ദ വർക്ക് സ്പേസോ? ഇത് ഇതും എടാ -15 രൂപയോ? എനിക്ക് തിന്നിട്ട് ഗൈസ്. ഓക്കെ, ഞാൻ അതും ഇത് ഇങ്ങനെ. ഇത് നമ്മൾ മുട്ടി വെച്ച് അടിക്കുക ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇതെന്താടാ? നൗ ദാറ്റ് യു ക്ലീൻ ദ മോർഗ്യൂ ഇറ്റ് ഗൈസ്. ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, എടാ ഇവിടെ നമുക്കില്ലേ ഈ നമ്മളെ ഈ ലാപ്പില്ലേ ഗൈസ്, നമുക്ക് ഇവിടെ തന്ന ലാപ്പ് വഴിയാണ് നമുക്ക് ഓരോരോ ബോഡി ഇവിടെ കൊണ്ട് തന്നിട്ട് നമ്മൾ മോർച്ചറിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കില്ലത് വെച്ചാൽ ഡാർക്ക് മാർക്കറ്റ് ഉണ്ട് ഗൈസ്. പിന്നെ ഫണറൽ സർവീസ് ഉണ്ട് ഗൈസ്. ഫണറലോ ഗൈസ്? അതെന്താ സാധനം? പിന്നെ ഹയർ വയർ ഉണ്ട്. ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗൈസ്. ഓക്കെ, ഹയർ ചെയ്യാനുണ്ട്. പിന്നെ ബാങ്ക് ഉണ്ട് ഗൈസ്. ഇപ്പം നമ്മളിപ്പോൾ ഫർണർ ആ സാധനത്തിലുള്ള ഓക്കെ ഫണറൽ സർവീസ് ഗൈസ്. അതിലിപ്പോൾ ഉള്ളത് ഡീറ്റെയിൽസ് ലേവി ലാവിസ് ലയൺ അറ്റ.
ഓക്കെ ഗൈസ്, ഇത് സംഭവം മരിച്ച ആളാടാ ഗൈസ്. ഇത് അയാളെ പേര് ലേവി ലാവിസ്. അയാൾ മരിച്ചത് ലയൺ അറ്റാക്ക് കൊണ്ടാണ് ഗൈസ്. മൃഗമല്ല ഗൈസ്, നമ്മളെ സിംഹം ചതച്ച് കൊന്നെന്ന് തോന്നുന്നു ഗൈസ്. ഇത് വയസ്സാന്ന് തോന്നുന്നു ഗൈസ്, 47 വയസ്സ്. ബെറിയൽ ഗൈസ്. അതെന്താടാ റിക്വസ്റ്റ്സ് ബെറിയൽ, എനിക്ക് തോന്നുന്നത് അവരെ കുഴിച്ച് മൂടേണ്ട അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഗൈസ്. പിന്നെ പ്രിംസൺ, പിന്നെ ബേസിക് ഗ്രാവിങ് ഗൈസ്, പിന്നെ ഓഫർ റിവന്യൂ. ഓക്കെ, ഇവരെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തായില്ലേ, നമുക്ക് തരുന്നത് 51 രൂപ. അതിൽ ഡെയിലി വിസിറ്റർ റിവന്യൂ. നമുക്ക് ഇപ്പോൾ മരിച്ചവരെ കാണാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ വരുമല്ലോ, ഇപ്പോൾ വിസിറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അവരെയും നമുക്ക് വാങ്ങേണ്ടത് 35 ഗൈസ്. അപ്പം ആഡ് ദ ബോഡി യുവർ ഡെലിവറി ലിസ്റ്റ്, സെൻഡ് യുവർ പ്രൈസ് ഓഫർ. ഓക്കെ ഗൈസ്, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടാ. ഓക്കെ, ഇൻക്രീസ് ദ ബേസ് പ്രൈസ് ആൻഡ് സെൻഡ് യുവർ ഓഫീസ് ഗൈസ്. ഇതെന്താണ് ചെയ്യേണ്ടത്? ഇതെന്താ ചെയ്യേണ്ടത് ഗൈസ്? സെൻഡ് ഓഫർ. ഗൈസ്, നമ്മൾ അവർക്ക് മെസ്സേജ് അയച്ചതാടാ ഗൈസ്. ഹലോ, ഐ ഹാവ് ന്യൂ ബോഡി അവൈലബിൾ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇത് ബോഡി കൊണ്ടുതരുന്ന ഈ ആംബുലൻസ് പോലെ. ഒരു മിനിറ്റ് ഗൈസ്. അയ്യോ, ഇവിടുന്ന് പുറത്തേക്ക് എങ്ങനെ ഇറക്കാം? ഓക്കെ, അതെന്താണ്? ഗൈസ്, ബോഡി വന്നു. എൻ്റെ പൊന്ന് ഗൈസ്, ഒന്നാമത് രാത്രിയുടെ കളിക്കണം, പ്രേതാട്ടം വന്നേ തീർന്ന്. ഓക്കെ, ഈച്ച് ബോഡി ഹാസ് ഇൻ ടൗൺ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളോട് ഇപ്പോൾ പറഞ്ഞേക്കാന്ന് വെച്ചാൽ ഓരോരോ ബോഡി വരുമ്പോൾ അതിനെ ഡീപ്പ് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഗൈസ്. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഒബ്ജക്റ്റീവായിട്ട് തന്നിരിക്കുന്നത് റിട്രീവ് ദ ബോഡി ഫ്രം ദ വെഹിക്കിൾ. ഓക്കെ, ഈ ബോഡി നമ്മൾ എടുക്കണം. അയ്യോ, എൻ്റെ കൈമേടാ ബോഡി ഇല്ലത്. സ്റ്റോർ ദ ബോഡി ഇൻ ദ മോർഗ്യൂ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലേക്ക്. എൻ്റെ പൊന്ന് ഗൈസ്, ഒരു ബോഡിയൊക്കെ കൈമ. ഇതെന്താടാ 85%? ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ഗൈസ്. കണ്ട ഒരു മിനിറ്റ് ഗൈസ്, ഇവിടെ ഏജ് 47, റീസൺ. ഓക്കെ, അത് നമ്മൾ നോക്കിയതാടാ. പക്ഷേ ഈ 47 ഗൈസ്, ഇവിടെ 85% എഴുതിയിട്ടുണ്ടല്ലേ. ഗോ ടു ഗ്രാവിയാർഡ് ഗൈസ്. ഗ്രാവിയാർഡോ? ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ നമ്മളെ ഫുൾ സ്ഥലമാടോ. കണ്ട ഗൈസ്, നമ്മൾ ഏതോ റെയിൽവേ സ്റ്റേഷൻ്റെ ടണൽ വഴി നമ്മൾ വന്നിട്ട് നേരെ തുറന്നതാ ഗൈസ്. ഇത് ക്ലോസ്ഡ് ആണെടാ. ഇതിൻ്റെ പേര് മോർഗ്യൂ. അപ്പോൾ ഇതോ ഫോസോ FOWS ഗൈസ്. അതെന്താ അറിഞ്ഞൂടാ എനിക്ക് ഗൈസ്. ഇതെന്താടാ? ഗൈസ്, മോർച്ചറിയിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് അറ്റ്ലാസ്റ്റ് നമ്മൾ ഓക്കെ അത് തിരിഞ്ഞു. അറ്റ്ലാസ്റ്റ് എനിക്ക് തോന്നുന്നത് നമ്മൾ കുഴിച്ചിടണമെന്ന് ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, ഇത് കുറച്ച് പണിയാണല്ലോ. ഓക്കെ, എടുത്തിട്ടുണ്ടാ. ഓക്കെ ഗൈസ്, ഇവിടെ എവിടെയുള്ളത്? ഓക്കെ എനിക്ക് ഗൈസ്. നമ്മളെ ഇപ്പോൾ ഇത് സാധനം വന്നു ഗൈസ്. ഗൈസ്, നമ്മൾ കണ്ട നൗ യു ക്യാൻ ഹാവ് ഷവൽ ഇറ്റ്സ് ടൈം ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് യു നീഡ് ചൂസ് സ്പോട്ട് ടു ഡിഗ്. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഷവൽ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കുഴിക്കാൻ പറ്റിയൊരു ഇടം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അവർ തന്നിട്ടില്ല ഗൈസ്. കുറച്ച് ദൂരെ എവിടെയും കൊണ്ടേക്കാം ഗൈസ്. രാത്രിയായിട്ട് ഇവൻ വന്നിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്യാമെന്നെങ്കിലാ ഗൈസ്. ഇപ്പം നമുക്ക് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ സെറ്റ് ഗ്രാവിയേറ്റ് ലൊക്കേഷൻ വെൻ ഷവൽ എക്യുപ്മെൻറ്റ്, ക്യാൻസൽ ക്ലോസ് ബിൽഡിങ്. ഓക്കെ, അതല്ല സെലക്ട് ഗ്രാവ് സ്പോട്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഗൈസ് ഇങ്ങോട്ട് ഗൈസ് ഈ മരച്ചുവട്ടിൽ നമുക്ക് ഒരു ഇതെടുക്കാം ഗൈസ്. ഓക്കെ, അയ്യോ ഗൈസ്, എങ്ങനെയാടാ ഗൈസ്? ഒരു മിനിറ്റ് ഞാൻ ഒന്ന്. ഓക്കെ ഗൈസ്, നമുക്കില്ലേ ഇവിടെ ഈ മരത്തിൻ്റെ താഴെ നമുക്ക് ഇതാക്കാം ഗൈസ്. ഓക്കെ, അയ്യോ ഇത് ഫൈറ്റ് ചെയ്യാണല്ലോ. ഓക്കെ ഗൈസ്, കിട്ടി. ഓക്കെ, ഇത് ഇങ്ങനെ നോക്കണല്ലേ ഗൈസ്. ഓക്കെ, ഒരു മിനിറ്റ് ഗൈസ്, ഇത് റൊട്ടേറ്റ് ചെയ്യല്. ഓക്കെ, 6 അല്ല അങ്ങനെയല്ല. ഓക്കെ ഗൈസ്, നമുക്ക് ഈ മരച്ചുവട്ടിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്താലോ. ഓക്കെ, ഇവിടെ സെറ്റ് ചെയ്യാലോ ഗൈസ്. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ടാ. ഓക്കെ, ഇനി അയ്യോ ഡിക്കേ ഡിഗേടാ ഗൈസ്, അയ്യോ ഡിഗേടാ, സാധനം എടുക്ക്. ഓക്കെ, ഡിഗേടാ. യു ക്യാൻഡ് ഡിഗ് എനി മോർ. ഒരു മിനിറ്റ് ഗൈസ്, ഗ്രേവ് ഡ്യൂറിങ് ട്യൂട്ടോറിയൽ. ഗൈസ്, നമ്മൾ ഇത് വാങ്ങണല്ലേ ഗൈസ്. ഓക്കെ, ഞാനത് ശ്രദ്ധിച്ചില്ലടാ. ഓക്കെ, ഗ്രേവ് ഡ്യൂറബിലിറ്റി 25%. ഗ്രേവ് സ്റ്റാറ്റസ് empty ഗൈസ്, ഇതിലൊന്നുമില്ല. അപ്പം നമ്മൾ ആദ്യം ഇത് വാങ്ങണോ? ഇത് നമ്മൾ വാങ്ങണല്ലോ. ഓക്കെ എനിക്ക് ഗൈസ്, ഇത് ഇങ്ങനെയാടാ കുഴിക്കണ്ടേ. ഓക്കെ ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, ശവപ്പെട്ടി ഗൈസ്, കോർപ്രിക്കേർഡ് ഗൈസ്. എൻ്റെ പൊന്ന്, അയ്യോ അടിച്ചു പൊട്ടിക്കല്ല, തീർക്കല്ല. അയ്യോ ഗൈസ്, കോർപ്രിക്കേഡ്. വിക്കഡ് ബോഡി മോർക്യൂ. ഗൈസ്, ഇനി നമ്മളില്ലേ മറ്റേ ഇതെടുത്ത് വെച്ചേക്ക്. ഓക്കെ ഗൈസ്, ഇതെടുത്ത് വെച്ചേക്ക്. ഓക്കെ ഗൈസ്, ഇനി നമ്മളില്ലേ ആ മോർഗ്യൂവിൽ പോയിട്ട് ആ ബോഡി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരണം.
അപ്പോൾ ഇന്ന് ഗൈസ് എടി ഇതിനെ കൈമ പിടിച്ചിട്ട് തന്നെയാണ് പോകണ്ടേ ഗൈസ്. ഇവിടെ 80 എത്രയോ ശതമാനം ഉണ്ട്, ഇപ്പോൾ 79 ഗൈസ്. ഓക്കെ. അയ്യോ അയ്യോ, പ്ലേസ് ദ ബോഡി ഇൻ ടു ദ ഗ്രേവ്. എന്താ പൊന്ന് ഗൈസ്, ഇത് സീനാണല്ല. ഓ ഇത് നമുക്ക് ഇവിടെ ഇതുണ്ട് ഗൈസ്. ഓ ത്രോ ചെയ്യാനറിയും, ഓട്ടോ. ഓക്കെ ഗൈസ്. അയ്യോ അയ്യോ അയ്യോ, എടുക്ക് സാധനം എടുക്ക്. ഓക്കെ ഇവിടെ വെക്കട്ടെ. അയ്യോ അയ്യോ ഗൈസ്, അയ്യോ ഇയാൾ ആദ്യം എന്നെ വന്നിട്ട് തല്ലും ഗൈസ്. ഓക്കെ ഇങ്ങനെയാടാ ഞാനില്ലേ അത് എറിഞ്ഞാ ചെയ്തേ. ഇനി എന്താ ചെയ്യണ്ടേ? ഓ ഷവൽ ഇറക്കാറുണ്ട്. ഓക്കെ ഗൈസ് നമ്മൾ മൂടലായി. ഓക്കെ ഗൈസ് സെറ്റാക്കി ഗൈസ്. ഫസ്റ്റ് സെറ്റാക്കി ഗൈസ്. ലിയ. ഓക്കെ ഇത് നമുക്ക് കാണിച്ചു തരാം. സം ബോഡീസ് ഹാവ് സ്പെഷ്യൽ റിക്വസ്റ്റഡ്. യു ക്യാൻ സീ ദ റിക്വസ്റ്റ് എയ്തർ ടു അപ്രോച്ചിങ് ദ ഗ്രാവ് ആഫ്റ്റർ വ്യൂറിങ് ദ ചെക്കിംഗ് ബോഡി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇല്ലേ അവർക്ക് നമ്മളോട് ഇപ്പോൾ പറഞ്ഞേക്കണ വെച്ചാൽ പ്ലേസ് എ ഗ്രാവ് സ്റ്റോൺ ഗൈസ്. ഗ്രാവ് സ്റ്റോൺ ദ ബേർഡ് ഗ്രാവ്. ഓക്കെ മറ്റേ ഗ്രാവ് സ്റ്റോൺ ഇല്ലേ ഗൈസ്, അവരെ പേരൊക്കെ എഴുതി വെച്ചേക്കണേ മറ്റേ സാധനം ഇല്ലേ, അതെടുത്ത് വെക്കാനാണ് പറഞ്ഞേക്കണേ. അല്ല അതെവിടെയാണ് ഉണ്ടാവുക ഗൈസ്? അതെവിടെയാണ് ഉള്ളത്? ഇവരുടെ അടുത്ത് ഉണ്ടാവുമോ ഗൈസ്? അതെവിടെയാണല്ലേ ഗൈസ്? നോക്കട്ടെ എൻ്റെ ടാബിൽ. ഗൈസ് ഇതെവിടെ ഉണ്ട് ഗൈസ്? ഒരു മിനിറ്റ് ഗൈസ്, അവിടെ പോയിട്ട് എടുക്കാം ഗൈസ്. ഓക്കെ കമോൺ. ഓക്കെ ഗൈസ്, ഈ സാധനം ഇല്ലേ ഇത് പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പം ഇത് ഇവിടെ പ്ലേസ് ചെയ്യും. അയ്യോ ചാടല എടുക്ക്. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യട്ടെ. എടുക്കടാ പിക്കപ്പ് ഗൈസ്. പ്ലേസ്. ഓക്കെ ഗൈസ് ദാ പ്ലേസ് ചെയ്യല്ലേ ഗൈസ്. പ്ലേസ് ചെയ്തു. ഡ്രിങ്ക് വാട്ടർ ഗൈസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നാച്ചുറൽ ഫോർ സർവൈവ്. ഓക്കെ നമുക്കിതിൽ സർവൈവിങ് കൂടി ചെയ്യണമല്ലേ ആസ് യു. ഓക്കെ ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മളോട് പറഞ്ഞേക്കണം എന്താ വെച്ചാൽ നമ്മൾ ഓരോരോ പണി ചെയ്തു. നമ്മളിപ്പം ഇതെത്രയോളം ചെയ്തില്ല ഗൈസ്. ഇതിവിടെ നമ്മളിപ്പോൾ കുഴിച്ച് പിന്നെ ആ ബോഡി എടുത്ത് ഇവിടെ വെച്ചു. ഇത്രയും വലിയ കല്ല് ഗൈസ്. ഇയാളെ ലാവി ലോവിസ് എന്ന് പറഞ്ഞ ഇയാളുടെ പേരൊക്കെ ഉള്ള കല്ലൊക്കെ എടുത്ത് വെച്ചില്ലേ. അപ്പം നമുക്ക് എനർജി കുറയും ഗൈസ്. ഈ മീത്തൊരു ബാറുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നത് ഡേ നൈറ്റ് ആയിരിക്കും ഗൈസ്. ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നത് രാത്രി ആവാൻ പോവാന്ന്. സൂര്യനൊന്നും കാണുന്നില്ല ഗൈസ്. അപ്പം നമ്മളോട് പറഞ്ഞേക്കണം നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെ ഇപ്പം നമ്മൾ ഓരോരോ പണിയെടുത്ത് നമ്മൾ ക്ഷീണിക്കുമല്ലോ. അപ്പം നമുക്ക് അടുത്ത പണി ചെയ്യാനുള്ളൊരു ഇൻക്രീസ് ഒരു ഇതുണ്ടാവില്ല ഗൈസ്. ഒരു പണിയെടുക്കുമ്പോൾ ഒരു മടി. അപ്പോൾ അതിന് പകരം നമുക്ക് വെള്ളം കുടിക്കണം. അതാ ഗൈസ്, എന്നിട്ട് നമ്മളോട് പറഞ്ഞേക്കണം ഇവിടെ വെള്ളമുണ്ട്, നിങ്ങളത് കാര്യമാക്കണ്ട ഗൈസ്. എന്താ ചെയ്യണ്ടേ? ഓക്കെ ഗൈസ്, നമ്മൾ നെക്കി പിടിക്കണം. ഓക്കെ ഗൈസ്, വെള്ളം കിട്ടിയിട്ടുണ്ടാ? കുടിച്ചാ ഗൈസ്? കുടിച്ചോ ഇല്ലയോ എന്നങ്ങനെ ഇപ്പം അറിയാം. നമ്മളെ സൈഡിൽ താഴെ ഉണ്ട് ഗൈസ്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ ലെവൽ 1 ഉണ്ട് ഗൈസ്. പിന്നെ എനർജി 20%. എനിക്ക് തോന്നുന്നത് ഞാൻ കുടിച്ചെന്നാണ്. പിന്നെ 100% ഹെൽത്ത് ഉണ്ട് ഗൈസ്. ഓക്കെ ഞാൻ കുടിച്ചിനാണോ? കറക്റ്റ് വാട്ടർ സോഴ്സ് അത് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി ഡ്രിങ്ക് വാട്ടർ ദ റീസ്റ്റോർ എനർജി. ഓക്കെ ഞാനത് സെറ്റാക്കിയിട്ടാ കുടിച്ചിട്ടാ ഗൈസ്. ഞാനിത് ജസ്റ്റ് എടുത്തു വെച്ചതേ ഉള്ളൂ. ഓക്കെ കുടിച്ചില്ലേ? ഓപ്പൺ ഗൈസ്. എനിക്ക് വന്നത് എൻ്റെ ടാബിൽ വല്ലതും ഗൈസ് ഇവിടെ ഉണ്ടടാ. ഓക്കെ ഞാൻ കുടിച്ച് ഗൈസ്. ഞാനത് കുടിച്ച് ഗൈസ്. ഇനി നമുക്കിപ്പോൾ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ സ്പെഷ്യൽ പ്ലേസ് ഫോർ സ്പെഷ്യൽ ഫ്ലവറോ എനിക്ക് തോന്നുന്നത് മറ്റേ ഗൈസ് ഈ മരിച്ച ആൾക്കാരുടെ മെനിഞ്ചിക്കൊക്കെ മറ്റേ പൂ വെക്കൂലേ അതിൻ്റെ എന്തെങ്കിലും ആയിരിക്കൂടാ. ഇൻ ദിസ് ഗ്രാവിയാർഡ് അലോങ് സൈഡ് ഒരിട്ട്. ഓക്കെ ഇവിടെ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ നമ്മില്ലേ ഒരു പൂവിൻ്റെ കച്ചവടം കൂടി തുടങ്ങാൻ. കാരണം നമുക്കില്ലേ ഇവർ കാണാൻ വരുന്നവരൊക്കെ പൂ എടുക്കുമല്ലോ. ഇപ്പം നമ്മൾ കുറേ മൂവിക്കെല്ലാം കണ്ടിട്ടില്ലേ ഗൈസ്, നമ്മളിപ്പോൾ സെമിത്തേരിയിലൊക്കെ വരുമ്പം അവർ പൂവും കൊണ്ടുവരണേ. അപ്പോൾ ഇതിലിവിടെ നമ്മൾ പൂവിൻ്റെ കച്ചവടം തുടങ്ങി നമുക്ക് കുറച്ചുകൂടി വരുമാനം വരും. അപ്പം നമ്മളോട് ഇപ്പോൾ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ ഗോ ടു ദ ഫ്ലവർ സ്റ്റാൻഡ്. ഇത് ഫ്ലവർ ആയിരുന്നല്ലേ ഗൈസ്? ഓക്കെ ഇതാണ് ഫ്ലവർ സ്റ്റാൻഡ്. ഓക്കെ ഇവിടെ ചെന്നിട്ടുണ്ട്. അൺലോക്ക് ദ ഫ്ലവർ സ്റ്റാൻഡ് ഗൈസ്. നമ്മളിപ്പോൾ ഇനി ആകെ 156 രൂപയേ ഉള്ളൂ ഗൈസ്. അതിൽ നിന്ന് 50 രൂപ ഇവിടെ പൊളിച്ചിനെ. ഓക്കെ ക്ലിയർ. ഓക്കെ ഗൈസ്, നമുക്ക് ട്രാഷൊക്കെ നൈസിൽ അങ്ങോട്ട് ക്ലിയർ ചെയ്യടാ. ഹാമറാണ് ഗൈസ്. ഇവിടെ ഹാമറാ വേണ്ട. ഹാമർ എവിടെ? എൻ്റെ ഹാമർ. അതെടുക്ക്. ഓക്കെ ഗൈസ്, സാധനം എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇനി പൊട്ടിക്കും. ഓക്കെ ഇത് പൊട്ടിച്ചിട്ടുണ്ട്. അയ്യോ ഓക്കെ ഗൈസ്, ഞാൻ സാധനം നൈസിൽ അവിടെ വിട്ടിട്ടുണ്ട്. കാരണമില്ലേ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചെടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ് അതും സെറ്റാക്കിയിട്ടുണ്ട്. ഇത് പൊളിക്കണ്ടല്ലോ. ഇത് പൊളിക്കണ്ട ഗൈസ്. ഇത് പൊളിക്കണം. പിന്നെ ഏതാ പൊളിക്കണ്ടേ? ഇത് നമ്മളെ ബെഡ്റൂമാടാ ഗൈസ്. ഇങ്ങോട്ടേക്ക് വരാം. അതിനു മുമ്പേ ഞാൻ ഈ സാധനങ്ങൾക്ക് പിക്ക് ചെയ്തിട്ട് ട്രാഷ് എവിടെയാ? ഇവിടെയാണ് ഗൈസ് ട്രാഷ്. ഓക്കെ
ഓക്കെ ഇതെടുത്തിട്ടുണ്ട് ഗൈസ്. ഓ നമുക്ക് 5 രൂപ കിട്ടിയടാ ഗൈസ്. നമ്മളിവിടെ വൃത്തിയാക്കുമ്പില്ലേ നമുക്ക് 5 രൂപ കിട്ടിയട്ടെ. ഓക്കെ ഗൈസ് ഇതും കൊണ്ട് കളയട്ടെ. ഓക്കെ ഗൈസ് ഇനി നമ്മൾ പറഞ്ഞേക്കണേ റിപ്പയർ ദ ഫ്ലോർ സ്റ്റാൻഡ് ഗൈസ്. ഓക്കെ ഈ സാധനം ഈ സാധനം സെറ്റാക്കാനാണ് പറഞ്ഞേക്കണേ. ഓക്കെ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് 15 രൂപ ഗൈസ്. ഹാമർ ഓക്കെ ഇവിടെ നമുക്ക് ഹാമർ റിക്വയർഡ് ആണ്. ഓക്കെ ഗൈസ് അയ്യോ ഇതല്ല. ഓക്കെ ഹാമർ. ഓക്കെ ഗൈസ് സെറ്റാക്കട്ടെ. ഓക്കെ ഗൈസ് ഇവിടെ നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് ഗെറ്റ് യുവർ ഫ്ലവർ ഗൈസ്. ഒരു മിനിറ്റ്. ഓക്കെ ഇവിടെ നമുക്ക് പറഞ്ഞേക്കണമെന്ന് വെച്ചാൽ ഇപ്പം അധികവും ആൾക്കാർ വരുമ്പം ചോദിക്കുന്ന ഒരു ഫ്ലവർ ഉണ്ട് ഗൈസ്. ഇത് ഫ്രോമിയസ് എന്ന് പറഞ്ഞൊരു ഫ്ലവർ ഗൈസ്. അതിനാണ് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. അതിൻ്റെ സീഡ് വാങ്ങിച്ചിട്ട് നമ്മളിവിടെ നടാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അത് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടില്ല ഗൈസ്. ഇവിടത്തേക്ക് വരണം. ഇവിടെ നമുക്ക് ഡാർക്ക് മാർക്കറ്റ് ഉണ്ട് ഗൈസ്. ഇവിടെ തന്നെ ആയിരിക്കും ഗൈസ് നമുക്ക് പോകേണ്ടത്. അല്ലല്ല ഇവിടെല്ല. ഓക്കെ ഗൈസ് കണ്ട പ്രൈം റോസ് ഗൈസ്. പ്രൈം റോസ് എന്ന് പറഞ്ഞ സാധനമാണ് നമ്മളോട് ഇപ്പോൾ വാങ്ങാൻ പറഞ്ഞേക്കണേ. അതിൽ നമുക്ക് ആഡ് ടു കാർട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇപ്പം ചെയ്ത് നോക്കണേ. എ സിമ്പിൾ ആൻഡ് അഫോർഡബിൾ ചോയ്സ് ഫോർ എനി അറേഞ്ച്മെൻറ്റ്. സ്റ്റോക്ക് ലിമിറ്റ് 12, സെൽ പ്രൈസ് 10 രൂപയ്ക്ക് നമുക്ക് വിൽക്കാം. ഒരു സാധനത്തിന് 20 ഉണ്ടാവുന്നതെന്ന് പറഞ്ഞേക്കണേ. 20 12 ഗൈസ്. ഓക്കെ പർച്ചേസ് ചെയ്യണ്ടേ ഗൈസ്. ഓക്കെ ഞാനത് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇനി എന്താ ചെയ്യണ്ടേ? പിക്കപ്പ് യുവർ മാർക്കറ്റ് ഓർഡർ. ഓ ഇവിടെ ഗൈസ് സാധനം വന്നു ഗൈസ്. സാധനം ഡെലിവറി ചെയ്തു. ഓക്കെ സാധനം എടുക്കൂ. പ്ലേസ് യുവർ ഫ്ലവർ. ഓക്കെ ഗൈസ് ഇവിടെ വന്നിട്ട് ഓ ഗൈസ് നമ്മളത് സെറ്റാക്കി. ഡ്യൂറിങ് ദ ഡേ വിസിറ്റേഴ്സ് മേ കം ടു പേ. ഓക്കെ ഗൈസ് ഇപ്പം നമ്മളോട് പറഞ്ഞേക്കണേ വെച്ചാൽ ഇപ്പം വിസിറ്റേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളോട് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഈ ക്ലോസിൽ ഇത് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് കച്ചവടം ചെയ്യും. ഗോ ടു ദ ഫ്ലവർ സ്റ്റാൻഡ്. ഓക്കെ ഗൈസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഒരാൾ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളോട് ഫ്ലവർ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ചേട്ടാ എന്താ വേണ്ടേ? ഓക്കെ 3x പ്രീമിയസ്. ഓക്കെ ഇതിൽ നിന്ന് 1 2 അല്ല 3. ഓക്കെ 3x അല്ലേ. ഓക്കെ ഗൈസ് സെറ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓ ഗൈസ് സെറ്റ്. ടൈം ടു പ്രിപ്പയർ ടു നൈറ്റ്. ഓക്കെ ഗൈസ് നമുക്ക് ഉറങ്ങേണ്ട സമയം. അതിൻ്റെ മുൻപ് 1 മിനിറ്റ്. ഓ ഗൈസ് ഓക്കെ അയാൾ പോയിട്ടുണ്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ നമുക്ക് ഉറങ്ങാനുള്ള ടൈമായി. അപ്പം നമ്മളോട് റൂമിൽ പോയിട്ട് ഉറങ്ങാൻ പറഞ്ഞു. പക്ഷേ ഇല്ലേ ഗൈസ് ഈ ഉറങ്ങുന്ന സമയത്തില്ലേ രാത്രി ആകുമ്പോഴേ കുറച്ച് സോംബികൾ നമ്മളോട് ഫ്രഷായ നമ്മളിപ്പം കുഴിച്ചിട്ടില്ല ഗൈസ്. നമ്മളിപ്പം ശവല്ല ഗൈസ് നമ്മളെ മരിച്ചവരെ നമ്മളിപ്പം ഇതാക്കിയില്ലേ അവരെ തോണ്ടാനല്ല ഗൈസ് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോംബികൾ വരുന്നതെന്ന് പറഞ്ഞേക്കണേ. ഇതെന്താടാ വിസിറ്റേഴ്സ് അറൈവ്ഡ്. ഓക്കെ നമുക്കിപ്പം ഇതായത് ഗൈസ് ഇപ്പം വിസിറ്റേഴ്സ് വന്നല്ലോ. അപ്പം കുറച്ച് സോംബികൾ രാത്രി ആകുമ്പോൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നതെന്ന് പറഞ്ഞേക്കണേ. അപ്പം നമുക്കില്ലേ നമ്മളെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടില്ലേ ഒരു പിസ്റ്റൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോ ടു യുവർ റൂം. ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓ ഗൈസ് പിസ്റ്റൾ സാധനം കിട്ടി ഗൈസ്. M9 പിസ്റ്റൾ ഗൈസ്. പിസ്റ്റൾ ആമോ 40 ഗൈസ്. ഓക്കെ എക്യുപ്പ് പിസ്റ്റൾ. എക്യുപ്പ് പിസ്റ്റളോ? ഓക്കെ എനിക്കൊന്ന് പിസ്റ്റൾ കൈമ പിടിക്കാനാണെന്ന് തോന്നുന്നു ഗൈസ്. നോക്കട്ടെ. ഓക്കെ ഇനി ഓപ്പൺ എക്യുപ്മെൻറ്റ് വീൽ ടു ചേഞ്ച് യുവർ എക്യുപ്മെൻറ്റ്. അതെന്താടാ ഗൈസ്? അതെനിക്ക് തിരിഞ്ഞിട്ടേ ഗൈസ് അതെന്താടാ? ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞേക്കണേ. അയ്യോ ഗൈസ് എന്താടാ സംഭവം? ഗൈസ് ഇവിടെ എന്താടാ? അയ്യോ ഗൈസ് ഗണ്ണെടുക്ക് ഗൈസ്. ചോമ്പി തീർക്ക് തീർത്തിട്ടുണ്ട്. റീലോഡ് ഗൈസ്. ഒരു ഐഡിയ ഉണ്ട്. ഈ ടൈമില്ല ഗൈസ് നമുക്കില്ലേ ഷവ്വല് വെച്ച് അടിക്കാം ഗൈസ്. ഓക്കെ തീർക്കടാ. ഓക്കെ തീർക്ക് ഗൈസ്. തീർക്ക് ഗൈസ്. നമുക്കില്ലേ അത്യാവശ്യം കറക്റ്റാക്കിയിട്ട് മാത്രമില്ല ഗൈസ് റൈഫിൾ ഗൺ എടുക്കാം. ഓക്കെ റൈഫിൾ 12 ഗൈസ്. നമ്മളോട് അവിടെ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ എക്യുപ്മെൻറ്റ് സാധനം മാറ്റാനാടാ. ഞാനില്ലേ എനിക്ക് തിരിഞ്ഞിട്ട സംഭവം എന്താണെന്ന്. നമ്മളിപ്പോൾ പിസ്റ്റളല്ലേ കൈമ പിടിച്ചിട്ടുണ്ടായേ. അവിടെ നിന്ന് നമ്മളോട് പിസ്റ്റൾ മാറ്റി വേറെ എന്തെങ്കിലും എടുക്കാനാടാ പറഞ്ഞേക്കണേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് വേവ് 1 ഗൈസ് 1 കില്ലിന്നാണോ കണ്ടേക്കണേ ഗൈസ്. ഇവിടെ വേറെന്താ ചെയ്യണ്ടേ ഇനി ഗൈസ്? നൈറ്റിലാണല്ലേ ഗൈസ്. ഇനി വേറെ വല്ല സോംബികൾ വരുവാ ഗൈസ്? സോംബികളൊന്നും കാണുന്നില്ല ഗൈസ്. ഇതെന്താ ചെയ്യണ്ടേ? നമ്മളിത് സെറ്റാക്കണം. ഗൈസ് എനിക്ക് തോന്നുന്നത് ഇതില്ലേ സെറ്റാക്കണം തോന്നുന്നു ഗൈസ്. ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ് അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ സോംബി ഓടാ ഗൈസ്. ഇതാരാ? പോലീസാണോ? പോലീസൊക്കെയാണ് സോംബി ആയിട്ട് വരണേ. ഗൈസ് കൊല്ലു
ഓ ഓ സീനാണോ ഒരു അടി കൊടുക്കേ. ഓക്കെ ഒരടി കൊടുക്കേ. ഓക്കെ ഗൈസ് അങ്ങനെ തീർക്കടാ. ഓ ഇതിലേ വന്നടാ ഗൈസ്. നെക്സ്റ്റ് വേവ് ഇൻ വേവ് 2 വേവ് ഓടെ ഇത് ഇങ്ങനെ ഗൈസ്. എടി എനിക്ക് തിരിഞ്ഞ് ഗൈസ്. ഓക്കെ ഓ ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ ഗൈസ് തീർക്ക്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ അവർ ഓരോരു വേവ് ഇല്ലേ ഗൈസ്, ഓരോരു വേവ് തകർത്തിട്ട് അയ്യോ ഇവിടൊക്കെ ഉണ്ടടാ. അയ്യോ തീർക്ക്. ഓക്കെ ഗൈസ് ഇല്ല തീർന്നിട്ടാ. കളപ്പന്നി തീർക്കടാ ഗൈസ്. റീലോഡ് ഓ ഇതാരടാ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് വന്നിട്ട്. അയ്യോ ഗൈസ് ഇതേതോ പട്ടാളക്കാരനാന്ന് തോന്നുന്നു ഗൈസ്. എന്നാലും എനിക്കൊരു കുഴപ്പമില്ല ഗൈസ്. സോംബി എന്ന് പറഞ്ഞാൽ ചോംബി. ഓ ഗൈസ് നൈറ്റ് എൻഡ് ഗൈസ്. ഡേ 1 കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇവിടെ ഇപ്പം നമുക്ക് പറഞ്ഞേക്കണെന്ന് വെച്ചാൽ മോറിക്യൂ കോർപ്സസ് ബെറീസ്. എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടിയ ബോഡീസിൻ്റെ എണ്ണാന്ന് തോന്നുന്നു ഗൈസ്. അതൊന്ന്. ഓക്കെ ടോട്ടൽ 1. വിസിറ്റേഴ്സ് ഓക്കെ നമുക്ക് കാണാൻ വന്നത് ഒരാൾ. ഓക്കെ സാറ്റിസ്ഫൈഡ് വിസിറ്റേഴ്സ്, അൺസാറ്റിസ്ഫൈഡ്. ഓക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ നല്ല പാങ്ങിൽ പെരുമാറി അങ്ങനത്തൊക്കെ ചെയ്യണമായിരിക്കും ഗൈസ്. ഓക്കെ പിന്നെ ഓക്കെ ടൈറ്റൽ വിസിറ്റേഴ്സ്. പിന്നെ വിസിറ്റേഴ്സ് ഡീറ്റെയിൽസ്. ഓക്കെ മിസ്സിങ് ഫ്ലവർ. ഓക്കെ എനിക്ക് വന്നതില്ലേ അവർ കട്ട് കൊണ്ടുപോയും ചെയ്യും തോന്നുന്നു ഗൈസ്. മിസ്സിങ് ഫ്ലവർ ഉണ്ട്, മിസ്സിങ് ഗ്രാവേ സ്റ്റോൺ ഗൈസ്. പിന്നെ ഡേർട്ടി ഗ്രാഫ് സ്റ്റോൺസ് ഉണ്ട്, ഡാമേജ് ഗ്രാഫ് സ്റ്റോൺസ്. എടാ എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഈ വിസിറ്റേഴ്സ് വന്നതിന് ശേഷം ഇല്ലേ നമ്മൾ വിസിറ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് അവരെന്താ ചെയ്യണമെന്ന് നോക്കണം തോന്നുന്നു ഗൈസ്. പിന്നെ ഇൻകം ഓക്കെ ബേറിയൽസ് 51 രൂപ. പിന്നെ നമുക്ക് കിട്ടിയേക്കണ ഫ്ലവർ സെല്ല്. ഓക്കെ ഫ്ലവർ സെല്ല് ചെയ്തതിൻ്റെ 50 രൂപ. പിന്നെ വിസിറ്റേഴ്സിൻ്റെ ബോണസായിട്ട് 35 രൂപ. പിന്നെ ഷോപ്പ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ 250 പോയി ഗൈസ്. ഓക്കെ പിന്നെ ടോട്ടൽ പ്രോഫിറ്റ് -139. എനിക്ക് തോന്നുന്നത് അത് ഫസ്റ്റ് ഡേ ആയിക്കൊണ്ടായിരിക്കും. പിന്നെ പ്ലെയറിൻ്റെ ലെവൽ ഏണ് XPS 60 ഗൈസ്. അതൊന്നും കാര്യമാക്കണ്ട. നൈറ്റ് ഡ്യൂറേഷൻ 2.30 മിനിറ്റ്. സോംബി ഡിഫീറ്റഡ് 6 ആളെ ഞാൻ ഡിഫീറ്റ് ചെയ്ത്. വേവ് കംപ്ലീറ്റഡ് 2 എണ്ണം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കോർപ്രസ്ഡ് ഡെവേർട്ടഡ് ടു സോംബി. അതെന്താണ് സാധനം. പിന്നെ ഡിഫ്നെസ്ഡ് ഗൈസ് അത് എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ ഗൈസ് അപ്പം നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെടാ നമുക്കില്ലേ ഈ വേവ് ഇതെന്താടാ വാട്ട് ആർ യു ഗോണ ഡു നൗ ദാറ്റ് യു കംപ്ലീറ്റ് ദ ഫസ്റ്റ് നൈറ്റ് ടു സ്റ്റാർട്ട് എ ന്യൂ ഡേ യു മൈറ്റ് വണ്ടറിങ് ടു കംസ് നെക്സ്റ്റ്. ഓക്കെ ഗൈസ് അത് കാര്യമാക്കണ്ട. ഓക്കെ ഗൈസ് നമുക്കില്ലേ ബാക്കി എല്ലാ ട്യൂട്ടോറിയലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഗൈസ്. ചീപ്പ് സീറ്റ് ഗൈസ് നമുക്ക് അത് അൺലോഡ് ചെയ്യണം, ഇത് അൺലോഡ് ചെയ്യണം. അൺലോഡ് ചെയ്യല ഗൈസ്, ഇത് തുറക്കണം. പിന്നെ ഇതും തുറക്കണം ഗൈസ്. ഫാം അവിടെ നമുക്ക് മത്തങ്ങ അങ്ങനത്തെ ബത്തൊക്കെ തണ്ണീർമത്തൻ തണ്ണിമത്തൻ അങ്ങനത്തൊക്കെ സെറ്റ് ചെയ്യാനാ. അതിൻ്റെ മുമ്പില്ല ഗൈസ് ഞാൻ ഇതുമല്ല സെറ്റ് ചെയ്തിട്ട് ഗൈസ്. സെറ്റ് ചെയ്യടാ. ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ളതാ. ഓ ഗൈസ് അവിടെ അത്രയും ആവും തോന്നുന്നു. നമുക്കില്ലേ കുറച്ച് സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്യാനുണ്ടടാ. ഓക്കെ സെറ്റ് ചെയ്യടാ. ഓ എനിക്ക് തോന്നുന്നതില്ലേ എനിക്ക് സെറ്റ് ചെയ്യേണ്ട സാധനം അവിടെ തീർന്നെന്നാണ്. കണ്ട ഗൈസ് എനർജി. ഓക്കെ ഗൈസ് ആ സാധനം എനിക്ക് തീർന്ന്. ഒരു മിനിറ്റ് ഗൈസ് ഞാനില്ലേ എൻ്റെ വെള്ളം കുടിച്ചോക്കട്ടെ. അവിടെ എനർജി 0 ആണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ എൻ്റെ എനർജി ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും എനർജി ആയിരിക്കും ഗൈസ്. ഓക്കെ എനർജിക്ക് ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞേ, ഇത് കുടിച്ചാൽ പോരെ. ഓക്കെ ഗൈസ് ഇനി നോക്കി നോക്കട്ടെ എനർജി ഫുള്ളായോന്ന്. ഓക്കെ ഗൈസ് ഈ എനർജി കൊണ്ടാണോ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് നോക്കട്ടെ. അതും കൂടി നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഗൈസ് ആടാ ആ എനർജീനെ കൊണ്ടാണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഒരു മിനിറ്റ് ഗൈസ് എന്നാൽ നമുക്ക് ഇത് ഫുൾ സെറ്റ് ചെയ്തിട്ട് തന്നെ വിടാം. നമുക്ക് നൈസിലി ഇത് സെറ്റ് ചെയ്യാം ഗൈസ്. കാരണം ഓക്കെ ഗൈസ് നമുക്കില്ലേ ഓക്കെ ഞാനെന്തിനാണ് അങ്ങോട്ട് പോകുന്നത്. ഇത് കുടിക്കും. ഓക്കെ 2 എണ്ണം കുടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ 30% ആയിട്ടുണ്ട്. 2 എണ്ണം കൂടി സെറ്റ് ചെയ്യേണ്ട ടൈം ഉണ്ട് ഗൈസ്. ഓക്കെ ഇതിൽ ഫുള്ള് ചെയ്യേണ്ടടാ. ഓക്കെ ഗൈസ് ഓക്കെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നാലും ഇവർക്കില്ലേ ഇത്രയോളം കെട്ടിയത് ഇത് മൊത്തം മൂടിക്കൂടാ അല്ല ഗൈസ്. ഇത്രയോളം വെച്ചിട്ട് പകുതിക്ക് തുറക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന. ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടില്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ ഞാൻ ഇനി അങ്ങനെയാണ് പറയുന്നത് ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ഗൈസ്. അപ്പോൾ ഗൈസ് ഇതെങ്ങനെയായി ലൈക്ക് ചെയ്തോ, ഈ ഗെയിം എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബായ്.